സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പച്ചമുളക് കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് വഴറ്റി ഉണ്ടാക്കുന്നത് കൊണ്ട് അത്ര പെട്ടെന്ന് കേടുവരാത്ത ചമ്മന്തിയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നാൽ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ ഇടാതെ പച്ചമുളക് വെച്ചും ഈ ചമ്മന്തി ഉണ്ടാക്കാം. അതും ഒരു സ്വാദ് തന്നെയാണ്. അതൊന്ന് ചെറുതായി മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് എടുത്തു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. 5 പച്ചമുളകാണ് ഞാൻ എടുത്തത്. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഇത് ഇളക്കിയെടുക്കുമ്പോൾ ഉലുവ കരിയാതെ നോക്കണം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടാതെ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് വഴറ്റി കല്ലിൽ വെച്ച് ചതുക്കിയെടുക്കാറാണ് പതിവ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പുറത്തു നിന്ന് വാങ്ങുന്ന ഇലകളെല്ലാം നല്ലതുപോലെ കഴുകിയെടുക്കണം. അതുപോലെ പച്ചമുളകും നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇതിൽ കുറേ പോയസൺ അടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കഴിയുന്നതും ഇതെല്ലാം വീട്ടിൽ തന്നെ നട്ടു വളർത്തുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം. ആവിയിൽ കിടന്ന് പച്ചമുളക് വേവാൻ വേണ്ടിയാണ്.
ഇനി തുറന്നു നോക്കി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം വഴറ്റിയെടുത്താൽ സ്വാദ് ഒന്നുകൂടി കൂടും. അതുകൊണ്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചമ്മന്തി പെട്ടെന്ന് കേടുവരില്ല. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം ഇത് നമുക്കൊന്ന് വറുത്തിടാം. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാവുമ്പോൾ അതിലേക്ക് 2 നുള്ളി കടുക് ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്ത മുളക് എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. അരച്ച കൂട്ട് ഇതിലൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും കൂട്ടിക്കഴിക്കാൻ നല്ല സ്വാദാണ്. ചമ്മന്തി റെഡിയായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.